കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയം ഓർത്ത് കർത്താവിൻ്റെ മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. എൻ്റെ പ്രിയമുള്ളവരെ എല്ലാവരെയും ഞാൻ വന്ദനം പറയുന്നു. എല്ലാവരും ക്ഷേമത്തോടും സൗഖ്യത്തോടു കൂടി ആയിരിക്കുന്നെന്ന് കർത്താവിൽ പ്രതീക്ഷിക്കുന്നു. മറ്റുള്ളവരുടെയൊക്കെ ചിന്ത നമുക്ക് എന്ത് ഭവിക്കും, അവൻ എന്താകും, എന്ത് ഭവിക്കും എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന പലരുമുണ്ട്, വേവലാതിപ്പെടുന്നവരുണ്ട്. അവൻ എന്ത് ഭവിക്കും. ഇന്ന് ഈ സന്ദേശം അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ചിലരെ പരിശുദ്ധാത്മ പുറത്തു കൊണ്ടുവരുന്നതായി മാറട്ടെ. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 4-ാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്: അവൻ എന്തു ഭവിക്കുമെന്ന് അറിയുവാൻ അവൻ്റെ പെങ്ങൾ ദൂരത്തു നിന്നു. ദൈവത്തിന് സ്തോത്രം. മോശയുടെ ചരിത്രമാണ് ഇവിടെ പറയുന്നത്. ഇവിടെ മോശയുടെ പെങ്ങൾ ദൂരത്ത് നിന്നത് തൻ്റെ കുഞ്ഞനുജൻ നൈൽ നദിക്കകത്ത് ഞാങ്ങണപ്പെട്ടകത്തിനകത്ത് ഒഴുകിപ്പോകുന്ന വേദന കണ്ടുകൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. ആ വേദനയിലാണ് മോശയുടെ പെങ്ങൾ ഇവിടെ നിൽക്കുന്നത്. എന്നാൽ ഇന്നത്തെ സമൂഹത്തിൽ, ഇന്നത്തെ ചുറ്റുപാടിൽ പലരുടെയും ഒരു വേദന എന്താണെന്ന് അറിയാമോ? ആരെങ്കിലും ഒന്ന് ഉയർന്നാൽ, ആരെങ്കിലും ഒന്ന് നന്നായാൽ, എല്ലാവരുടെയും അല്ല, അവരെന്തേലും ഭവിക്കണം. ഒരു ആക്സിഡന്റ് വന്നാൽ, ഒരു രോഗം വന്നാൽ, ഒരു ക്ഷീണം വന്നാൽ, എല്ലാവരുടെയും ഒരു ചിന്താഗതി, എല്ലാവരുടെയും ഒരു 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 സംസാരം, അവൻ അങ്ങനെ വരേണ്ടത്, അവൻ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട്, ഇങ്ങനെ ചെയ്തതുകൊണ്ട് വന്നു എന്നാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ വിലയിരുത്തിയ ചില വിലയിരുത്തലുകളെ, സംസാരിച്ച ചില സംസാരങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് എടുത്തു മാറ്റിയിട്ട് ദൈവപ്രവൃത്തി ചലിപ്പിക്കാൻ ദൈവസന്നദ്ധനാണ്. മോശ ഞാങ്ങണപ്പെട്ടകത്തിനകത്ത് ഒഴുകുന്നത് മിസ്രൈമിനൊരു വലിയ കൽപ്പന പുറപ്പെട്ടു. ആ കൽപ്പന മറ്റൊന്നുമല്ല, അത് ഇവിടെ എബ്രായരായി ജനിക്കുന്ന കുഞ്ഞുങ്ങൾ മുഴുവനും കൊല്ലപ്പെടണം, അല്ലെങ്കിൽ മരിക്കണം എന്നുള്ളതാണ്. അതിന്റെ കാരണം അവർ പെറ്റുവരികി വളരുകയാണ്. അവർ വളരരുതിനിയും അവർ മുമ്പോട്ട് പോകരുതിനിയും എന്ന് കരുതിയിട്ടാണ്. എന്നാൽ അതിൻ്റെ നടുവിൽ ദൈവം എടുത്ത തീരുമാനങ്ങൾ, പ്രിയരെ, ആരൊക്കെ നമ്മെ തകരണമെന്ന് ചിന്തിച്ച് എന്തൊക്കെ ചെയ്താലും, എന്തൊക്കെ പറഞ്ഞാലും, സർവശക്തിയുള്ള ദൈവം എടുക്കുന്ന തീരുമാനത്തിന്റെ മുകളിൽ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് വചനം വ്യക്തതയോടെ നമ്മെ പഠിപ്പിക്കുകയാണ്. മോശ ജനിക്കുന്നതിന് മുമ്പ് തന്നെ പ്രതിസന്ധി വരുക. അഹരോൻ ജനിച്ചപ്പോഴില്ലാത്ത പ്രതിസന്ധി, മിരിയാമിനില്ലാത്ത പ്രതിസന്ധി, മറ്റു കുഞ്ഞുങ്ങൾക്കില്ലാത്ത പ്രതിസന്ധി മോശ ജനിച്ചപ്പോൾ ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ പ്രിയമുള്ളവരോട് ഞാൻ പറയാം, അങ്ങ് ചോദിച്ചില്ലേ, മറ്റാർക്കുമില്ലാത്തൊരു പ്രതികൂലവും പ്രതിസന്ധിയും വേദനയും എൻ്റെ ജീവിതത്തിൽ മാത്രം എന്തുകൊണ്ട്? അവർക്കില്ലല്ലോ. അവർ നേടി എന്തോ ഹാപ്പിയാ, എന്തൊരു സന്തോഷത്തോടാ അവർ മുൻപോട്ട് പോകുന്നത്. അവർക്കാർക്കുമില്ലാത്ത ഒരു പ്രതിസന്ധികളിലൂടെ ഞാൻ കടന്നു പോകുന്നു. ഒറ്റ കാര്യമേ ഉള്ളൂ, സ്തോത്രം, അസാധാരണ ദൈവപ്രവൃത്തിയും അസാധാരണ നിയോഗങ്ങളും അങ്ങയുടെ മേൽ ദൈവം പകർന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒന്നുകൂടെ പറഞ്ഞാൽ, മോശേ, അഹരോനില്ലാത്ത പ്രതിസന്ധി അങ്ങയുടെ മേൽ, അങ്ങയുടെ മുൻപിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം 20 ലക്ഷം വരുന്ന ജനങ്ങളെ വാഗ്ദത്ത കനാനിലേക്ക് നടത്തിക്കൊണ്ടുപോകാൻ, ചെങ്കടലിനെ വിഭജിക്കുവാൻ, പാറയിൽ വെള്ളം പുറപ്പെടുവിക്കുവാൻ, മരുഭൂമിയിൽ മഞ്ഞ പൊഴിക്കുവാൻ, അവൻ മുന്നിൽ നിന്നു ദൈവവുമായി സംസാരിക്കുവാൻ മോശെ നിന്നെ ദൈവം കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. എന്തിനായി പ്രതിസന്ധി എന്നല്ലേ ചോദിച്ചേ? എന്തിനായി പ്രതികൂലം എന്നല്ലേ ചോദിച്ചേ? ദൈവത്തിന് ചില പ്രവൃത്തി അങ്ങിലൂടെ തെളിയിക്കാനുണ്ട്. ഒത്തിരി വേദനയ്ക്കകത്തൂടാണോ അങ്ങ് കടന്നു പോകുന്നത്? അങ്ങ് വേദനപ്പെടുത്തിയ അതേ വിഷയത്തിനകത്ത് അങ്ങ് സ്തോത്രം ഉയർത്തുകയും മാനിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണ് എൻ്റെ ദൈവം. ഇവിടെ നൈൽ നദിക്കകത്ത് അപ്പനും അമ്മയും ഞാങ്ങണപ്പെട്ടകം മേടിച്ച് ആ കുഞ്ഞിനെ അതിനകത്തേക്ക് വെച്ച് നൈൽ നദിക്കകത്തേക്ക് ഒഴുക്കി വിടുമ്പോൾ പ്രതീക്ഷകൾ സകലതും അസ്തമിച്ചു. 3 മാസം ഒളിപ്പിച്ചു വെച്ച്, എന്നാൽ 3-ാം മാസം ഒളിപ്പിച്ചു വെക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ അവനെ പെട്ടകത്തിനകത്തേക്ക് വെച്ച് ഒഴുക്കി വിടുകയാണ്. ഇനി അവനെ കാണാൻ കഴിയത്തില്ല, ഇനി അവന്റെ ഒരു വിവരം അറിയാൻ കഴിയത്തില്ല. അത് മാനുഷികമായ തീരുമാനമായിരുന്നു പ്രിയപ്പെട്ടവരെ. ആ മോശയുടെ അപ്പന്റെയും അമ്മയുടെയും ചിന്തയായിരുന്നു. എന്നാൽ അതിന് മുകളിൽ നൈൽ നദിക്കകത്ത്
മറ്റൊരു കാര്യം ദൈവം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ നോക്കി ഞാൻ പ്രവചനാത്മാവിൽ ദൂത് കൈമാറാൻ ആഗ്രഹിക്കുന്നു. നൈൽ നദിക്കകത്ത് സകലവും അവസാനിച്ചെന്നും നൈൽ നദിക്കകത്ത് ഇതോടെ അവസാനിച്ചു പോകുകയാണെന്നും ചിന്തിച്ച് മാനുഷിക രീതിയിൽ നാം വിലയിരുത്തലുകൾ ചെയ്തെങ്കിൽ ദൈവം മറ്റൊരു അത്ഭുതത്തെ ചെയ്യാൻ, മറ്റൊരു പ്രവൃത്തി ചെയ്ത് എവിടെ നിന്ന് കൽപ്പന പുറപ്പെട്ടോ അവിടെ വളർത്തിയെടുത്താൻ കരുത്തുള്ളൊരു ദൈവത്തിന്റെ കരം ചലിക്കുന്നുണ്ട്. ദൈവത്തിന് മഹത്വം. ഈ സമയം ദൈവത്തിന് ആമേൻ പറഞ്ഞു തുടങ്ങുക. വിശ്വസിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്തു തുടങ്ങുക. നൈൽ നദിക്കകത്ത് അവസാനമല്ല, നൈൽ നദിക്കകത്തുനിന്ന് ചില തുടക്കങ്ങൾ ആരംഭിക്കും. അപ്പനും അമ്മയും മേടിച്ച് ഞാങ്ങണപ്പെട്ടകത്തിനകത്ത് വെച്ച് നൈൽ നദിക്കകത്ത് ഒഴുക്കുമ്പോൾ ഇവിടം കൊണ്ട് അവസാനിക്കുമെന്ന് കരുതിയെങ്കിൽ ആ കരുതലുകളും വിലയിരുത്തലുകളും തെറ്റാണ്. അവിടെ നിന്ന് ചിലത് ആരംഭിക്കുകയും അവിടെ നിന്ന് അടുത്ത ചില അധ്യായങ്ങൾ തുറക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ പദ്ധതികൾ സ്റ്റാർട്ട് ചെയ്യുമെന്ന് അവിടെ വായിക്കുവാൻ കഴിയുന്നത്. സാധാരണ നിലയിൽ അതിലെ വരാത്ത, അവിടെങ്ങും വരാത്ത അവൻ ഫറവോന്റെ പുത്രി അവിടേക്ക് വരികയാണ്. ആ 6ാമത്തെ വാക്യപ്പോൾ അവൾ അത് തുറന്നപ്പോൾ പൈതലിനെ കണ്ടു. ഈ സന്ദേശത്തിന് ഞാൻ ആമേൻ പറയുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ നോക്കി ഞാൻ ഒരു പ്രവചന ശബ്ദം കൈമാറാം. ആരാണോ അങ്ങേക്കെതിരെ കൽപ്പന പുറപ്പെടുവിച്ചത്, ആരാണോ അങ്ങേക്കെതിരെ ആമിഷ്ടോത്രം, അങ്ങയുടെ നന്മയ്ക്കെതിരെ, അങ്ങയുടെ വളർച്ചയ്ക്കെതിരെ, അങ്ങയുടെ ഉന്നമനത്തിനെതിരെ നിന്നത്, അവരുടെ മുൻപിൽ വളർത്താൻ കരുത്തുള്ളൊരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ കർത്താവിന് ആമേൻ കൊടുത്തു തുടങ്ങണം. അതെ, ആരാണോ കൽപ്പനയിട്ടത് അവിടെ നിന്നൊരു അപ്പോയിന്റ്മെന്റ് ചലിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കൽപ്പനയിട്ട ഫറവോന്റെ കുടുംബത്തിനകത്തു നിന്ന് ഫറവോന്റെ പുത്രിയ പൈതലിനെ കണ്ടു. ദൈവം ആരെ അയക്കണമോ അങ്ങനെയുള്ള വ്യക്തികളെ അയച്ച് അങ്ങേ പുറത്തു കൊണ്ടുവരുവാൻ, അങ്ങേ വിടുവിക്കുവാൻ, അങ്ങയുടെ കാര്യത്തിൽ ഇടപെടുവാൻ ദൈവസന്നദ്ധനാണ് എന്ന് പറഞ്ഞാൽ അതിനോട് പ്രതികരിക്കുന്നവർ അടങ്ങിയിരിക്കാൻ ദൈവത്തിന് മഹത്വം കൊടുക്കണം. കർത്താവിന് ഇഷ്ടം. മോശെ ഇനിയുള്ള ജീവിതം ഒളിച്ചുള്ള ജീവിതമല്ല. മോശെ 3 മാസം ഒളിച്ചു, ഇനി ഒളിച്ചു വെച്ചു. ഇനി ഒളിച്ചു വെച്ചല്ല, സ്വന്തം അപ്പനും അമ്മയും കാണുകെ. ആര് കൽപ്പനയിട്ടോ എബ്രായരുടെ പുത്രന്മാർ മരിക്കണമെന്ന് കൽപ്പനയിട്ടോ അതേ കൽപ്പന തിരുത്തി എഴുതിയിട്ട് അതേ വീടിനകത്ത് ഒളിച്ചു പാർത്ത് അതേ വീടിനകത്ത് സന്തോഷത്തോടെ ജീവിക്കുന്ന, സന്തോഷത്തോടെ മൂവ് ചെയ്യുന്ന ഒരു സമയം വെളിപ്പെടുകയാണ്. പക്ഷെ പലരുടെയും കണ്ണെന്താണെന്നറിയാമോ? അവൻ എന്ത് ഭവിക്കും? ഇവിടെ മോശയുടെ പെങ്ങൾ മിരിയാം നോക്കിയത് കുഞ്ഞനുജനെ കുറിച്ചുള്ള വേദനയാണ്. എന്നാൽ ഇന്നത്തെ സമൂഹത്തിൽ നോക്കുന്നത് അവൻ എന്തേലുമൊക്കെ ഭവിക്കണമെന്നാ. അങ്ങനെ നോക്കി നിൽക്കുന്നവരോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, നീ നോക്കി നിൽക്കുമ്പോൾ എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ വളർത്തിയെടുക്കുമെന്നേ. നീ നോക്കി നിൽക്കുമ്പോൾ തന്നെ നിന്റെ വിധി എഴുത്തുകളുടെ മുകളിലൂടെ തന്നെ ദൈവത്തിന്റെ പദ്ധതി വളർത്തിയെടുക്കുമെന്നേ. ആമേൻ. ആരൊക്കെ എതിരായാലും, ആരൊക്കെ നമുക്ക് എതിര് പറഞ്ഞാലും അതിന്റെ നടുവിലും വളർച്ച തരാൻ ദൈവം കരുത്തുള്ളവനാ. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ നോക്കി നിൽക്കുന്നവർ നിൽക്കട്ടെ, സംസാരിക്കുന്നവർ സംസാരിക്കട്ടെ, എതിർക്കുന്നവർ എതിർക്കട്ടെ. ആമേൻ. നമ്മൾക്കെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവർ സംസാരിച്ചുകൊണ്ടേ ഇരിക്കട്ടെ. ദൈവം പ്രവൃത്തി എനിക്കും നിങ്ങൾക്കുമായി ചലിപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിച്ച് വളരെ പ്രാർത്ഥനയോടെ ദൈവാശ്രയ ബോധ്യത്തോടെ നമുക്ക് മുൻപോട്ട് മൂവ് ചെയ്യാം. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.